ഹായ് എല്ലാ കൂട്ടുകാർക്കും സന വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റീസെന്റ് അപ്ഡേറ്റ് ചെയ്തു വന്ന ടിയാഗോ ഇവിയുടെ ടോപ്പ് എൻഡ് വേരിയന്റ് ആയിട്ടുള്ള ക്രിയേറ്റീവ് പ്ലസ് വേരിയന്റ് ആണ്. അപ്പോൾ ഈ വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, പുതിയ ടിയാഗോ ഇവിയുടെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് എത്രയാണ്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ടിയാഗോ ഇവിയുടെ ടോപ്പ് എൻഡിന്റെ പ്രൈസിന് പഞ്ചിന്റെ ബേസ് വേരിയന്റ് അല്ലെങ്കിൽ സെക്കൻഡ് ബേസ് വേരിയന്റ് കൺസിഡർ ചെയ്യാം. അപ്പോൾ പഞ്ച് നോക്കണോ ടിയാഗോ നോക്കണോ, ഏതായിരിക്കും കുറച്ചുകൂടിയും ബെറ്റർ, അതും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അത് റീസെന്റ് അപ്ഡേറ്റ് ചെയ്തു വന്ന ടിയാഗോ ഇവിയുടെ ടോപ്പ് എൻഡ് വേരിയന്റ് ആയിട്ടുള്ള ക്രിയേറ്റീവ് പ്ലസ് വേരിയന്റ് ആണ്. ടിയാഗോ ഇവി നമുക്ക് 3 വേരിയന്റുകളാണ് കൊടുത്തിരിക്കുന്നത്: സ്മാർട്ട്, പ്യുവർ പ്ലസ് ആൻഡ് ക്രിയേറ്റീവ് പ്ലസ്. ഈ പ്യുവർ പ്ലസ് വേരിയന്റ് തൊട്ട് നമുക്ക് 19 കിലോ വാട്ട്സ് ഉള്ളതും 24 കിലോ വാട്ട് ഉള്ള ബാറ്ററി പാക്കും അവൈലബിൾ ആണ്. ഈ ടോപ്പ് എൻഡ് വേരിയന്റ് 24 കിലോ വാട്ട് മാത്രമാണ് ലഭിക്കുന്നത്. ഇപ്പോൾ പഴയ ടിയാഗോ ഇവി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഇവിയുടെ ഡിസൈൻ ഫുള്ള് ആ ഒരു ബോഡി കളർ വന്നപ്പോൾ അത്ര ഒരു അഗ്രസീവ് ലുക്കിംഗ് ആയിട്ട് തോന്നുന്നില്ല. എവിടെയൊക്കെ ഒരു പ്രീമിയം ടച്ച് ലഭിക്കുന്ന രീതിയിലാണ് ടാറ്റ ചെയ്തിരിക്കുന്നത്. ഇതൊരു ബ്ലൂയിഷ് ടച്ച് ഉള്ള കളറാണ്. ഇത് ടോപ്പ് എൻഡ് ആയതുകൊണ്ട് നമുക്ക് റൂഫ് ബ്ലാക്ക് ഫിനിഷ് കിട്ടും. എവിടെയൊക്കെ ഒരു ഡ്യുവൽ ടോൺ ഫീൽ കിട്ടുന്നു. ഈ ഒരു പോർഷൻ, അതായത് ഈ ലോഗോ വരുന്ന ഒരു പോർഷൻ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് ആയിരുന്നുവെങ്കിൽ കുറച്ചും കൂടി കാണാൻ ഭംഗിയുള്ള രീതിയിലായേനെ. സാധാരണ രീതിയിൽ അപ്ഡേറ്റ് വരുമ്പോൾ വാഹനങ്ങളുടെ പ്രൈസ് കൂടുകയാണ് ചെയ്യാറ്. പക്ഷെ ടിയാഗോയുടെ കാര്യത്തിൽ അപ്ഡേറ്റ് വന്നപ്പോൾ പ്രൈസ് കുറയുകയാണ് ചെയ്തിരിക്കുന്നത്. പ്രൈസ് കുറയുക മാത്രമല്ല, കുറച്ചധികം സെഗ്മെന്റ് ബെസ്റ്റ് ഫീച്ചേഴ്സ് ടിയാഗോ ഇവിയിൽ ടാറ്റ ആഡും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ വേരിയന്റിന്റെ ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹെഡ്ലൈറ്റ് ഡ്യുവൽ LED ഹെഡ്ലൈറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. ലക്സ് ബീം ഹെഡ്ലൈറ്റ് എന്തുമാണ് ടാറ്റ ഇതിനെ പറയുന്നത്. ഹൈ ബീമും ലോ ബീമും അതിനകത്ത് തന്നെ ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. ഡ്യുവൽ സ്ലോട്ട് ആയിട്ടാണ്. ടോപ്പിൽ നമുക്കൊരു DRL കാണാം. വശങ്ങളിലായിട്ട് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. അതും LED ആയിട്ടാണ് വരുന്നത്. ഫോഗ് ലൈറ്റ് EV വാഹനങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഈ ഒരു പോർഷൻ മാത്രം ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ മാറ്റ് ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. ഫ്രണ്ടിൽ ഈ ബമ്പറിന്റെ പോർഷൻ കാര്യങ്ങളെല്ലാം നമുക്ക് ആ ഒരു ബോഡി കളറിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ 360 ക്യാമറ വരുന്നുണ്ട്. എൻ്റെ ക്യാമറ കാണാം. ആ ലോഗോ നമുക്ക് ആ വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ കൊടുത്തിരിക്കുന്നു. 165 mm ആണ് ഇവിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അപ്പോൾ ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക്. പണ്ട് നമ്മൾ മറ്റേ ബുക്കിലൊക്കെ കാറിൻ്റെയൊക്കെ പടം വരയ്ക്കുമ്പോൾ നമ്മളൊരു ഷേപ്പ് വരയ്ക്കുമല്ലോ, ആ ഷേപ്പൊക്കെ ആയിട്ടാണ് എനിക്ക് പുതിയ ടിയാഗോ ഇവിയുടെ ഫ്രണ്ട് ലുക്ക് ഫീൽ ചെയ്യുന്നത്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 14 ഇഞ്ച് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് ടോപ്പ് എൻഡ് ആണെങ്കിലും ഇതിനകത്ത് അലോയ്സ് കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മുടെ ഹൈപ്പർ സ്റ്റൈൽ വീൽസ് ആണ് വരുന്നത്. 175 55 R14 ആണ് ടയർ സൈസ് വരുന്നത്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ്. ഇതിനകത്ത് ഒരു സിൽവർ ടച്ചൊക്കെ കൊടുത്ത് കാണാൻ നല്ല ഭംഗിയുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. വശങ്ങളിൽ, അതായത് ടയറിന് മുകളിൽ മാത്രമാണ് ക്ലാഡിംഗ് വരുന്നത്. അതൊരു ഗ്രേ ആൻഡ് വൈറ്റ് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടാൽ ഒരു നരച്ച ഫീൽ പോലെ തോന്നും, പക്ഷെ അതൊരു ഡിസൈൻ എലമെന്റ് ആയിട്ടാണ് ഈ ഒരു കളറിൽ ടാറ്റ കൊടുത്തിരിക്കുന്നത്. അതും കാണാൻ നല്ല ഭംഗിയുള്ള രീതിയിൽ വരുന്നുണ്ട്. പിന്നെ ടാറ്റ .EV എന്ന് പറയുന്ന ബാഡ്ജിങ് കാണാം. വശങ്ങളിലൊന്നും വേറെ ക്ലാഡിങ് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഒരു എന്താ പറയുക, ബെറ്റർ ലുക്കിംഗ് ആണെന്ന് നമുക്ക് പറയാം. 360 ക്യാമറ ഉള്ളത് കൊണ്ട് ഇവിടെ നമുക്ക് ക്യാമറ കൊടുത്തിരിക്കുന്നു. മിറേഴ്സ് നമുക്ക് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. അതിനകത്ത് LED ഇൻഡിക്കേറ്റേഴ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓട്ടോ ഫോൾഡിംഗ് മിറേഴ്സ് ആണ്. നമ്മളിപ്പോൾ വാഹനം ലോക്ക് ചെയ്യുകയാണെങ്കിൽ മിറേഴ്സ് ഓട്ടോ ഫോൾഡ് ആകുന്നത് നിങ്ങൾക്ക് കാണാം. ഇതാണ് കീ കൊടുത്തിരിക്കുന്നത്. ലോക്ക് ആൻഡ് അൺലോക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ഓപ്ഷനോട് കൂടിയ, ഫോളോ മീ ഹെഡ്ലാമ്പിന്റെ ഓപ്ഷനോട് കൂടിയ നെക്സോണിലൊക്കെ കാണുന്ന സിമിലർ കീ തന്നെ കൊടുത്തിരിക്കുന്നു. ഡോർ ഹാൻഡിൽസിൽ നമുക്കൊരു പ്രീമിയം ടച്ച് കിട്ടുന്നതിന്റെ ഭാഗമായിട്ട് ക്രോം ഇൻസൈറ്റ് കൊടുത്തിട്ടുണ്ട്. റിക്വസ്റ്റ് സെൻസർ കാണാനായിട്ട് പറ്റും. വിൻഡോ ക്രോമോ കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് സൺറൂഫ് കാര്യങ്ങളൊന്നും ഈ വേരിയന്റിൽ വരുന്നില്ല. റൂഫ് ഇത് ഡ്യുവൽ ടോൺ ആയതുകൊണ്ട് ബ്ലാക്ക് ഫിനിഷിലാണ്. ഫ്രണ്ടിൽ നമുക്ക് ഷാർപ്പിൻ ആന്റിന കാണാം. അപ്പോൾ ഇതാണ് വശങ്ങളിൽ നിന്നുള്ളൊരു ലുക്ക്. ഇനി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ പഴയ ടിയാഗോ ഇവി ആയിട്ട് എൻ്റയർലി ഡിഫറെൻറ്റ് ലുക്കാണ് നമുക്ക് ബാക്കിൽ ലഭിക്കുക. ദൂരെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കണക്റ്റഡ് ടെയിൽ ലൈറ്റ് പോലെയൊക്കെ തോന്നുന്ന രീതിയിലാണ് ആ ഒരു ഡിസൈൻ വരുന്നത്. പക്ഷേ ഈ ഒരു പോർഷൻ നമുക്ക് ജസ്റ്റ് റിഫ്ലക്ടേഴ്സ് മാത്രമാണ്. അതൊരു റെഡ് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. ടെയിൽ ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് LED ആയിട്ടുള്ള ടെയിൽ ലൈറ്റ് യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് ഇവിടെ ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം. സ്റ്റോപ്പ് ലൈറ്റ്, നമ്മൾ ഫ്രണ്ടിൽ കണ്ട പോലെ ഒരു LED സ്ട്രിപ്പ് അല്ലെങ്കിൽ LED ലൈൻ നമുക്ക് ടെയിൽ ലൈറ്റിലും ഉൾപ്പെടുത്തിയിരിക്കുന്നു. പിന്നെ മറ്റെല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കാണാം. വാഷർ ആൻഡ് വൈപ്പർ ആൻഡ് ഡീഫോഗറോട് കൂടിയ ഗ്ലാസ്സുകളാണ് കൊടുത്തിരിക്കുന്നത്. ഒരു സ്പോയിലറും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു സ്പോട്ടി ലുക്കിലേക്ക് ഇത് മാറ്റാനായിട്ട് പറ്റും. പിന്നെ ടിയാഗോ .EV എന്ന് പറഞ്ഞ ബാഡ്ജും കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് 2 പാർക്കിംഗ് സെൻസറുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ താഴെയായിട്ട് നമുക്കൊരു HD റിവേഴ്സ് ക്യാമറയും കാണാം. റിവേഴ്സ് ലൈറ്റ് ഇവിടെ താഴെയായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നു.
ഇനി നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു 240 ലിറ്ററിന്റെ ബൂട്ടാണ് ടിയാഗോ ഇവിക്ക് വരുന്നത്. ചാർജിങ് കേബിൾ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. പാഴ്സൽ ട്രേ കാണാം. ബൂട്ട് ലൈറ്റ് കാര്യമൊന്നും തന്നെ വരുന്നില്ല. ഇവിടെ 3 കിലോ ക്യാരി ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞൊരു ഹുക്ക് 2 വശത്തും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്പെയർ വീലൊന്നും ടിയാഗോ ഇവിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി നമുക്ക് ഇന്റീരിയറിലേക്ക് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഡോർ ഹാൻഡിൽസ് ആ ഒരു ക്രോം ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ ഒരു ബ്രാൻഡ് ന്യൂ ഇന്റീരിയർ എന്ന് പറയാം. ആ ഒരു എക്സ്റ്റീരിയർ കളറിന് മാച്ച് ആയിട്ടുള്ള ഒരു ഗ്രീൻ ആൻഡ് ഒരു ഗ്രേ ഫിനിഷിലാണ് ഇന്റീരിയർ കൊടുത്തിരിക്കുന്നത്. ഡോർ പാഡിലേക്ക് വന്നാൽ ഒരു ഗ്രീൻ ആൻഡ് ഒരു ഗ്രേ ഫിനിഷ് നമുക്ക് കാണാം. ഇവിടെ എല്ലാം സോഫ്റ്റ് ടച്ച് കൊടുത്തിരിക്കുന്നു. നമ്മുടെ പഞ്ച് ഇവിൽ കണ്ട പോലത്തെ പവർ വിൻഡോ കൺട്രോൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ CRAയിൽ കണ്ട രീതിയിലാണ് ഈ ഒരു ഡിസൈൻ ഫോളോ ചെയ്തിരിക്കുന്നത്. ഡോർ ഹാൻഡിൽസിനൊക്കെ ആ ഒരു പ്രീമിയം ഫിനിഷ് കൊടുത്തിരിക്കുന്നു. മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. താഴെ നമുക്ക് സ്പീക്കേഴ്സ് കൊടുത്തിരിക്കുന്നു. സീറ്റ് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ്. നമ്മൾ ആ ഡോർ പാഡിൽ കണ്ട സെയിം കളർ ടോൺ തന്നെയാണ് സീറ്റുകൾക്കും കൊടുത്തിരിക്കുന്നത്. ഫിക്സഡ് ഹെഡ് റെസ്റ്റ് ആണ്, പക്ഷേ നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന സീറ്റുകൾ കൊടുത്തിരിക്കുന്നു. EV ആണ്. ഡെഡിക്കേറ്റഡ് ഹെഡ് പെഡൽ കാണാം. പുഷ് ബട്ടൻ്റെ ഓപ്ഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഈ ഒരു ഡിസൈൻ ആണെങ്കിലും ഒരു ബ്രാൻഡ് ന്യൂ ഡിസൈൻ എന്ന് തന്നെ പറയാം. ഇന്റീരിയർ കുറച്ച് തള്ളി നിൽക്കുന്ന രീതിയിലാണ് ആ ഒരു AC വെൻസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പുതിയ ടിയാഗോ ഇവിയുടെ ഇന്റീരിയറിലേക്ക് വന്നാൽ പഴയ EV ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫാർ ബെറ്റർ ആയിട്ടുള്ള ഒരു ഇന്റീരിയർ, അല്ലെങ്കിൽ മോർ പ്രീമിയം ആയിട്ടുള്ള ഇന്റീരിയർ എന്ന് ഒറ്റ നോട്ടത്തിൽ പറയാം. കാരണം ഈ സെൻറ്ററിലെല്ലാം നമുക്കൊരു സോഫ്റ്റ് ടച്ച് കാര്യങ്ങൾ കൊടുത്തു. ആ AC വെൻസിൻ്റെ ഡിസൈൻ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ചും കൂടി നമുക്ക് ആ കോ ഡ്രൈവറിന് ഫേസ് ചെയ്യുന്ന രീതിയിൽ, ഈ വശത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഡ്രൈവറിന് ഫേസ് ചെയ്യുന്ന രീതിയിൽ കുറച്ചുകൂടി എയർ ഫ്ലോ കിട്ടുന്ന രീതിയിലൊക്കെയാണ് ആ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാലും ഒരു ബ്രാൻഡ് ന്യൂ ഇൻറ്റീരിയർ. ഇപ്പോൾ അകത്ത് കയറി ഇരിക്കുകയാണെങ്കിൽ നമുക്ക് പഴയ ടിയാഗോയായിട്ട് പ്രത്യേകിച്ച് യാതൊരു മാച്ചിങ്ങോ അല്ലെങ്കിൽ കമ്പാരിസണോ ചെയ്യാൻ പറ്റില്ല. അത്രയധികം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ ടാറ്റയുടെ ആ ഒരു ഡബിൾ ഡീക്കട്ട് സ്റ്റിയറിംഗ് വീലാണ്. പക്ഷേ ബാക്ക് ലൈറ്ററിൻ്റെ ഓപ്ഷൻ ഒഴിവാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് പ്രകാരമായിരിക്കും. വശങ്ങളിലൂടെ ടാറ്റ.EV എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് ആണ് കൊടുത്തിരിക്കുന്നത്. മൾട്ടി ഫംഗ്ഷനിലാണ്. ഇടതുവശത്ത് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലതുവശത്ത് ക്രൂസ് കൺട്രോളിൻ്റെ ഓപ്ഷൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് സ്റ്റിയറിംഗ് വീൽ ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. നല്ല കംഫർട്ടബിൾ ഉള്ള ഒരു ചങ്കി സ്റ്റിയറിംഗ് വീൽ എന്ന് തന്നെ പറയാം. ലെതർ റാപ്ഡ് എന്നുള്ള നോർമൽ സ്റ്റിയറിംഗ് വീലാണ്. ഇടതുവശത്ത് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം. ഓട്ടോ വൈപ്പേഴ്സ് ആൻഡ് ഓട്ടോ ഹെഡ്ലൈറ്റ് ഈ ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ വരുന്നുണ്ട്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാലും അവിടെയും നമുക്കൊരു ചെറിയ സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു സ്ക്രീൻ. അത്യാവശ്യം റീഡബിൾ ആണ്. എല്ലാ ഇൻഫർമേഷൻസും നല്ല ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, എത്ര കിലോമീറ്റർ ഓടാനായിട്ട് റേഞ്ച് ബാക്കിയുണ്ട്, ഔട്ട്സൈഡ് ടെമ്പറേച്ചർ, ടൈം, അങ്ങനെ എല്ലാ ഇൻഫർമേഷൻസും ഇതിനകത്ത് വരുന്നുണ്ട്. അതിനകത്ത് നമുക്ക് ഡ്രൈവ് മോഡുകൾ വരുന്നുണ്ട്. അതിൻ്റെ ഒരു ഓപ്ഷനും നമുക്ക് അതിനകത്ത് കാണാനായിട്ട് പറ്റും. അതിനകത്ത് നമുക്ക് റീജൻ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ടാറ്റയുടെ ഒരു എല്ലാ വാഹനങ്ങളിലും കണ്ടുവന്നിരുന്ന 10.1 ഇഞ്ചിൻ്റെ സ്ക്രീൻ അങ്ങനെ ടിയാഗോയിലേക്ക് എത്തിയിരിക്കുകയാണ്. നല്ല ടച്ച് റെസ്പോൺസുള്ള നല്ല അടിപൊളി സ്ക്രീനാണ്. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ വയർലെസ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. നല്ല സ്പീക്കറാണ്. ആപ്പിൾ കാർപ്ലേ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് ഓട്ടോ കണക്ട് ചെയ്യുന്ന ഒരു ടാബ്ലറ്റ് പോലെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിനകത്ത് 360 ക്യാമറയുടെ ഓപ്ഷൻസും കൂടിയും ഇപ്പോൾ പുതിയ ടിയാഗോയിൽ വന്നിട്ടുണ്ട്. അത് HD ക്ലാരിറ്റിയിലാണ് കൊടുത്തിരിക്കുന്നത്. ആ 3D വ്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല ഭംഗിയുള്ള രീതിയിൽ തന്നെ അത് കൊടുത്തിരിക്കുന്നു. നല്ല രസമാണ് മ്യൂസിക് കാര്യങ്ങൾ കേൾക്കാനായിട്ട്. ഇനി താഴേക്ക് വന്നു കഴിഞ്ഞാൽ AC വെൻസ് കാണാനായിട്ട് പറ്റും. അതിന് താഴെ നമുക്ക് കൺട്രോൾസ് കൊടുക്കുന്നു. 360 വ്യൂവിൻ്റെ ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ടിൽ ചാർജ് ചെയ്യുന്നത് ഇത് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, പിന്നെ റീജൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. ആ റീജൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഹസാർഡ് ലൈറ്റ് കാണാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ യൂണിറ്റ് കൊടുത്തിരിക്കുന്നു. അതിനകത്ത് ഫ്രണ്ട് ആൻഡ് ബാക്ക് ആൻഡ് ഡിഫോഗറിൻ്റെ ഓപ്ഷൻ, പിന്നെ AC കൺട്രോൾസ് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. താഴെയായിട്ട് നമുക്കിവിടെ വയർലെസ് ചാർജിങ് പാഡാണ് വരുന്നത്. അതും എനിക്ക് തോന്നുന്നു രണ്ടും വയർലെസ് ചാർജിങ് പാഡാണോ എന്നെനിക്കൊരു സംശയമുണ്ട്. അതിന് താഴെ ഇവിടെയായിട്ട് ഹൈഡ് ചെയ്യുന്ന രീതിയിൽ ഒരു 65 വാട്ട്സിൻ്റെ ചാർജിങ് പോർട്ടും ഒരു USB Type-C കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതും Type-C ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു. പിന്നെ നമ്മുടെ ഡ്രൈവ് സെലക്ടർ കാണാം. ഡ്രൈവ് സെലക്ടർ ആ 5 GB കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അത് കുറച്ചുകൂടി പ്രീമിയം ലുക്കിംഗ് ആണ്. ഈ ഒരു പോർഷനെല്ലാം കാണാൻ ഒരു പ്രത്യേക ഭംഗിയുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സ്ക്രാച്ച് ഒന്നും വീഴാത്ത രീതിയിലുള്ള മെറ്റീരിയൽസ് കൊടുത്തിരിക്കുന്നു. അകത്താണെങ്കിലും നമുക്ക് ആ ഒരു ബ്രഷ്ഡ് സിൽവർ ഫിനിഷ് കാണാം. കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. സെൻറ്റർ ആംബ്രസ്റ്റ് കൊടുത്തിരിക്കുന്നു. അതും സ്റ്റോറേജ് സ്പേസോടുകൂടി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്താണ് 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നത്. കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റാണ്. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കാണാം. കോ ഡ്രൈവേഴ്സുള്ള സൺവൈസസ് വിത്ത് മിററാണ്. ഓട്ടോ മാനുവൽ ഡിമ്മിങ്ങുള്ള IRVMs ആണ് വരുന്നത്. ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് ടിക്കറ്റ് ഹോൾഡർ കൊടുത്തിരിക്കുന്നു. അകത്തെ റീഡിംഗ് ലൈറ്റുകൾ LED ആയിട്ടാണ് വരുന്നത്.
ഗ്ലോ ബോക്സ് ഡീപ്പായിട്ടുള്ള കൂൾഡ് ഗ്ലോ ബോക്സ് ആണ് ഈ ഒരു ടോപ്പ് എൻഡിൽ വരുന്നത്. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറന്ന ഡോറുകളാണ്. ഓൾമോസ്റ്റ് ഒരു 90 ഡിഗ്രിയിൽ ഇതിൻ്റെ ഡോറുകൾ വൈഡായിട്ട് തുറക്കാനായിട്ട് പറ്റുന്നുണ്ട്. ബാക്കിലെ ഡോർ പാഡിൽ നമുക്ക് സോഫ്റ്റ് ടച്ച് കൊടുത്തിരിക്കുന്നു. പവർ വിൻഡോൻ്റെ കൺട്രോൾ കാണാം. ഡോർ ഹാൻഡിൽസ് ആ ഒരു ബ്രഷ്ഡ് സിൽവർ ഫിനിഷിൽ കാണാനായിട്ട് പറ്റും. ബാക്കിലേക്ക് AC വെൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ടിയാഗോ EVയിൽ. അതൊരു പുതിയ അപ്ഡേറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമുക്ക് ഐസോഫി ചൈൽഡ് സീറ്റിൻ്റെ ഓപ്ഷൻ കാണാം. ഫിക്സഡ് ഹെഡ് റെസ്റ്റ് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ലെഗ് റൂം ആൻഡ് നീ റൂം കാണാം. സീറ്റിൻ്റെ ബാക്കിലുള്ള സീറ്റ് പോക്കറ്റ്സ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. 3 പേർക്കൊക്കെ സുഖമായിട്ട് ഇരിക്കാനുള്ള ഒരു സ്പേസ് ഇതിനകത്ത് വരുന്നുണ്ട്. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 6 സെൻറ്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് കാണാം. വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 2 പേർക്ക് കംഫർട്ടായിട്ടിരുന്ന് യാത്ര ചെയ്യാം. 3 പേർക്ക് അഡ്ജസ്റ്റ് ചെയ്തിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. ഈ പ്രൈസ് റേഞ്ചിൽ ഇന്ത്യയിൽ കിട്ടുന്ന ഒരു പെർഫെക്റ്റ് 4 സീറ്റർ അല്ലെങ്കിൽ 5 സീറ്റർ EVന്ന് നമുക്ക് പഞ്ച് EVനെ വിളിക്കാം. നമുക്ക് ഡോർ ഹാൻഡിൽസ് ഫിക്സഡ് ഡോർ ഹാൻഡിൽസ് ആണ് 2 വശത്തും കൊടുത്തിരിക്കുന്നത്. ടിയാഗോ EVയുടെ സേഫ്റ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്ലോബൽ എൻക്യാപ്പിൽ 4 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു വാഹനമാണ്. ബേസിക് സേഫ്റ്റി ഫീച്ചറുടെ 6 എയർ ബാഗ് സ്റ്റാൻഡേർഡാണ്. ABS EBD ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് പോലെയുള്ള എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഇതിൻ്റെ ക്രാഷ് ടെസ്റ്റ് തന്നെ ലോഞ്ച് ടൈമിൽ നല്ല രസമായിരുന്നു. 2 ടിയാഗോകൾ തമ്മിൽ കൂട്ടിയിടിപ്പിച്ചൊക്കെയാണ് ടാറ്റ ചെയ്യിച്ചത്. അത് എനിക്ക് തോന്നുന്നു ഇന്ത്യൻ മാനുഫാക്ചേഴ്സിൽ ടാറ്റയ്ക്ക് മാത്രമാണ് അത്ര കോൺഫിഡൻ്റ് ആയിട്ട് അത് കാണിക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി നമ്മളുടെ ബാറ്ററി പാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബേസ് വേരിയൻറ്റുകളിൽ, അതായത് സ്മാർട്ടിലും പ്യുവർ പ്ലസിലും 19 കിലോ വാട്ടിൻ്റെ ബാറ്ററിയും, പിന്നെ പ്യുവർ പ്ലസിലും ഈ ക്രിയേറ്റീവ് വേരിയൻറ്റിലും നമുക്ക് 24 കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്കും അവൈലബിൾ ആണ്. ഈ 19ലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 61 HP പവർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മോട്ടോ ആയിട്ടാണ് പെയർ ചെയ്തിരിക്കുന്നത്. 110 Nm ടോർക്കുമാണ്. റിയൽ ലൈഫ് റേഞ്ച് ഒരു 150-160 ഇടയ്ക്ക് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. കമ്പനി 228 പറയുന്നുണ്ട്, പക്ഷേ അത്രയും പ്രതീക്ഷിച്ചാൽ മതി. ഇനിയും 24 കിലോ വാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് പെയർ ചെയ്തിരിക്കുന്നത് 74 HP ആയിട്ടുള്ള ഒരു മോട്ടറുമായിട്ടാണ്. 114 Nm ടോർക്കാണ്. 0 to 60 ഒക്കെ 5 സെക്കൻഡ്സിലൊക്കെയാണ് ടാറ്റ പറയുന്നത്. അപ്പോൾ 74 HP ആണ് എന്ന് വിചാരിച്ച് കുറവായിട്ട് പ്രതീക്ഷിക്കേണ്ട, നല്ല ഇനീഷ്യൽ ടോർക്ക് കിട്ടുന്ന രീതിയിലാണ് അത് ടാറ്റ ട്യൂൺ ചെയ്തിരിക്കുന്നത്. റിയൽ ലൈഫിൽ ഒരു 190-210 ഇടയ്ക്ക് നമുക്ക് റേഞ്ച് പ്രതീക്ഷിക്കാം. 220 വരെയൊക്കെ കിട്ടുന്ന ആളുകളുണ്ട്. കമ്പനി 280-310 ഒക്കെ നമുക്ക് പറയുന്നുണ്ടെങ്കിലും ഒരു 200 നമുക്ക് ആവറേജ് പ്രതീക്ഷിക്കാം. ഇനി ഇതിൻ്റെ ചാർജിങ് സ്പീഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ നോർമൽ ചാർജറുമായിട്ടാണ് ചാർജ് ചെയ്യുന്നത് എങ്കിൽ ഒരു 7 മണിക്കൂർ കൊണ്ട് നമ്മുടെ 19 കിലോ വാട്ടും 24 കിലോ വാട്ട് ഒരു 8 മണിക്കൂർ 8-9 മണിക്കൂറിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് പറ്റും. അതല്ല, ഇപ്പോൾ ഇതിനകത്ത് DC ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് 24 കിലോ വാട്ട് ബാറ്ററിയിൽ. അല്ല, രണ്ടിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. DC ഫാസ്റ്റ് ചാർജിങ് അത് 20 to 80% ചാർജ് ചെയ്യാൻ 30 മിനിറ്റ് മതി. നമ്മുടെ പഞ്ച് EVയിൽ കണ്ട സിമിലർ ഫിഗേഴ്സ് തന്നെയാണ് ഇതിനകത്തും കൊടുത്തിരിക്കുന്നത്. പിന്നെ വാറൻറ്റിയിലും ടാറ്റ ഒരു മൈൽ സ്റ്റോൺ തന്നെ തീർത്തിരിക്കുകയാണ്. ഇതിൻ്റെ 24 കിലോ വാട്ട് ബാറ്ററി പാക്കിന് ലൈഫ് ടൈം വാറൻറ്റിയാണ് ടാറ്റ കൊടുത്തിരിക്കുന്നത്. ഇനിയും 19 കിലോ വാട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് 8 കൊല്ലം അല്ലെങ്കിൽ 1,60,000 കിലോമീറ്ററിൻ്റെ വാറൻറ്റി ലഭിക്കും. നമ്മുടെ മോട്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് 2 വാഹനത്തിനും 2 ബാറ്ററി പാക്കിനും 8 കൊല്ലം അല്ലെങ്കിൽ 1,60,000 കിലോമീറ്ററിൻ്റെ വാറൻറ്റിയാണ് വരുന്നത്. വാഹനത്തിന് 3 വർഷം അല്ലെങ്കിൽ 1,25,000 കിലോമീറ്ററിൻ്റെ വാറൻറ്റിയും കൊടുത്തിരിക്കുന്നു. അതെല്ലാം നമ്മളുടെ പഞ്ച് EVയുടെ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബാറ്ററിയുടെ കാര്യത്തിൽ പഴയ ടിയാഗോ ആയിട്ട് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. കുറച്ചും കൂടിയും നല്ല ബെറ്ററായിട്ട് അത് റീട്യൂൺ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടെന്നാണ് ടാറ്റ പറയുന്നത്. അപ്പോൾ കുറച്ചും കൂടിയും ബെറ്ററായിട്ടുള്ള റേഞ്ച് കിട്ടുമെന്ന് ടാറ്റ അവകാശപ്പെടുന്നു. ഇനി ഇതിൻ്റെ പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബേസ് വേരിയൻറ്റ്, അതായത് സ്മാർട്ട് 19 കിലോ വാട്ടിന് 699 എക്സ് ഷോറൂം പ്രൈസ് വരുന്നത്. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 7,76,000 രൂപ. ഇനി സെക്കൻഡ് വേരിയൻറ്റിൽ വരുന്ന പ്യുവർ പ്ലസ് ആണ്. ആ വാഹനത്തിന് 19 കിലോ വാട്ടുള്ളതിന് 9,39,000 രൂപയും അതിൻ്റെ 24 കിലോ വാട്ടിന് 10,47,000 രൂപയാണ് പ്രൈസ് വരുന്നത്. പിന്നെ നിങ്ങൾ ഈ പറയുന്നത് ക്രിയേറ്റീവ് പ്ലസ് വേരിയൻ്റ് ആണ്. 11,02,000 രൂപയാണ് ഈ ടോപ്പ് എൻഡ് ക്രിയേറ്റീവ് പ്ലസിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. നമുക്ക് ഈ പ്രൈസ് നമ്മുടെ പഞ്ച് EVയുടെ പ്രൈസുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. കാരണം പഞ്ച് EVയുടെ ബേസ് വേരിയൻറ്റ് അത് 30 കിലോ വാട്ട് ബാറ്ററി പാക്കിലാണ് നമുക്ക് കിട്ടുന്നത്. ആ വാഹനത്തിന് 10,55,000 രൂപ പ്രൈസ് വരുന്നുള്ളൂ. ഇനി പഞ്ച് EVയിൽ കൂടുതൽ ബുക്കിംഗ് ഉള്ള വേരിയൻ്റാണ് സ്മാർട്ട് പ്ലസ് വേരിയൻറ്റ്. ഈ സ്മാർട്ട് പ്ലസ് വേരിയൻറ്റിൻ്റെ 30 കിലോ വാട്ട് ബാറ്ററി പാക്ക് ഉള്ളതിന് 11,40,000 രൂപയും അതിൻ്റെ
40 കിലോ വാട്ട് ബാറ്ററി പാക്ക് ഉള്ളതിന് 12,21,000 രൂപയാണ് പ്രൈസ് വരുന്നത്. അതായത് ഈ ക്രിയേറ്റീവ് വേരിയൻ്റ് എടുക്കുന്നതിനേക്കാളും 1,20,000 രൂപ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ ഈ വാഹനത്തെക്കാളും ഒരു 100 കിലോമീറ്റർ അല്ലെങ്കിൽ 120 കിലോമീറ്റർ കൂടുതൽ ഓടാൻ പറ്റുന്ന 5 GB സ്മാർട്ട് പ്ലസ് 40 കിലോ വാട്ട് വാങ്ങാനായിട്ട് പറ്റും. ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഐ പ്രിഫർ ടു ഗോ വിത്ത് ടാറ്റ പഞ്ച്. കാരണം കുറച്ചും കൂടിയും വലിപ്പമുള്ള ഒരു വാഹനമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കുറച്ചും കൂടിയും കൊണ്ടു നടക്കാൻ ഒരു രസമാണ്. ഒരു കോമ്പാക്ട് SUV ലുക്കാണല്ലോ അതിന്. അല്ലെങ്കിൽ മൈക്രോ SUV സ്റ്റാൻസിൽ വരുന്നതാണ്. ആ സെഗ്മെൻറ്റിൽ ആ പ്രൈസ് റേഞ്ചിൽ ആ ഒരു വാഹനം മാത്രമാണ് ഈ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളൂ. അതല്ല, നിങ്ങൾക്ക് ക്രിയേറ്റീവിൻ്റെ പ്രൈസിന്, ഈ ക്രിയേറ്റീവ് പ്ലസിൻ്റെ പ്രൈസിന് സ്മാർട്ട് പ്ലസിൻ്റെ 30 കിലോ വാട്ട് എടുത്താലും ഇതിൽ കൂടുതൽ ഓടാനായിട്ട് പറ്റും. അപ്പോൾ 40,000 രൂപയുടെ ഡിഫറൻസേ വരുന്നുള്ളൂ. അതായത് ഈ വാഹനവും പഞ്ചിൻ്റെ സ്മാർട്ട് പ്ലസ് 30 കിലോ വാട്ടായിട്ട് 40,000 രൂപയുടെ ഡിഫറൻസ്. അപ്പോൾ ഒന്ന് തിങ്ക് ചെയ്യുക. ടിയാഗോ EV വേണം, അത്രയും ഫീച്ചേഴ്സ് ആയിട്ടുള്ള ഇത്രയും വലിപ്പമുള്ള ഒരു വാഹനം വേണം. ഡെയിലി ഒരു 100 കിലോമീറ്റർ അല്ലെങ്കിൽ 150 കിലോമീറ്റർ നിങ്ങൾക്ക് ഓട്ടോ ഉള്ളൂ. ഡെയിലി വീട്ടിൽ ചാർജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സോളാറൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടിയാഗോ EV കൺസിഡർ ചെയ്യാം. അതല്ല, നിങ്ങൾക്ക് വീക്കിലി ഒരു 2 പ്രാവശ്യമൊക്കെയാണ് ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് ഡെയിലി ഈ പറഞ്ഞ 100 കിലോമീറ്ററിനടുത്ത് ഓട്ടോ ഉണ്ട് എങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ 5 EVയിലേക്ക് പോകുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ സോളാറുണ്ട്, ഹോം ചാർജിങ് ഓപ്ഷൻ, ഡെയിലി 100 തൊട്ട് 150 കിലോമീറ്റർ ഓട്ടം, ഗോ വിത്ത് ടിയാഗോ EV, ഇതാണ് ബെസ്റ്റ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ടാറ്റ റിലേറ്റഡുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ പെരുമ്പാവൂരുള്ള ഗൂഗിൾ മോട്ടോഴ്സ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. കേരളത്തിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനും ബുക്ക് ചെയ്യാനും ഡെലിവറിക്കുള്ള ഓപ്ഷൻസ് അവർ ചെയ്തു തരും. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.